ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. നിരന്തരം ഇസ്രയേലിന് നേരെ റോക്കറ്റ് ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തുന്ന വാർത്തകളാണ് ഇസ്രയേൽ അനുകൂല മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. എന്നാൽ ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു. ഇപ്പോൾ ഒരു തുറന്ന യുദ്ധം നടത്തുന്നതിനുള്ള സമയമല്ല എന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഇതിനെ ബെഞ്ചമിൻ നെതന്യാഹു പൂർണ്ണമായും തള്ളിക്കളയുകയാണ് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇസ്രയേൽ സേനാ വിഭാഗത്തിന്റെ ചില അറിയിപ്പുകൾ ഉണ്ടായിരുന്നു. വൈകുന്നേരം 4 മണിക്ക് മുമ്പ് സിവിലിയന്മാർ ജനവാസ മേഖലകൾ ഒഴിഞ്ഞു പോകണമെന്നായിരുന്നു ആ നോട്ടീസുകളിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലും തെക്കൻ മേഖലയിൽ നിന്ന് ഇസ്രയേലിന്റെ വടക്കൻ മേഖലകളെ ആക്രമിക്കുന്നുണ്ട്. ഈ ഡ്രോൺ ആക്രമണങ്ങളും കൃത്യമായി തടയാൻ സാധിക്കില്ല എന്നാണ് IDF വിഭാഗം കരുതുന്നത്. ഇസ്രയേലിനെതിരെ നടക്കുന്ന യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും ഹമാസും പറയുന്നു. ഇപ്പോഴും പലസ്തീൻ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇസ്രയേലിനെതിരെ ചെറുത്തു നിൽക്കാനുള്ള ശേഷിയുണ്ടെന്ന് മുതിർന്ന ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു. പലസ്തീനു വേണ്ടി 11 മാസത്തിലേറെയായി തുടരുന്ന യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്തവരും രക്തസാക്ഷികളും നിരവധിയുണ്ട്. ഇവരിലൂടെ പുതിയ അനുഭവങ്ങളും പുതുതലമുറയ്ക്ക് ആവശ്യമായ പ്രചോദനവുമാണ് ലഭിച്ചത്. ഇതുവഴി ശക്തമായ ചെറുത്തുനിൽപ്പിന് പുതുതലമുറയെ പ്രാപ്തരാക്കാനായി എന്നും ഒസാമ ഹംദാൻ വ്യക്തമാക്കി. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അടുത്തിടെ ഗസയിൽ ഹമാസിന് ഇനി സൈനിക ബലമില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കി ഹമാസ് നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. ഗസയിൽ യുദ്ധം തുടരുന്നതിനിടെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുറത്താക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ലെബനാന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള ഇസ്രയേൽ പദ്ധതിയെ യോവ് ഗാലന്റ് എതിർക്കുന്നുണ്ട്. ഇക്കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇദ്ദേഹത്തെ പുറത്താക്കാൻ ഒരുങ്ങുന്നത് എന്ന് ഇസ്രയേലി ദിനപത്രമായ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. വടക്കൻ ഇസ്രയേലിൽ ലെബനാനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടാകുന്നത്. ഇതിന് മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെ വൻതോതിലുള്ള ആക്രമണം നടത്താൻ ഇസ്രയേലി സൈന്യത്തെ പ്രധാനമന്ത്രി പ്രേരിപ്പിക്കുന്നതായുള്ള സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പ്രതിരോധ മന്ത്രി ഇതിനെ എതിർക്കുകയാണ്. സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ക്ഷീണിപ്പിക്കുമെന്നാണ് ഗാലന്റിന്റെ വാദം. പ്രതിപക്ഷത്തെ വലതുപക്ഷ അംഗമായ ഗിഗിദിയാൻ സാറിനെ സർക്കാരിന്റെ ഭാഗമാക്കാൻ നെതന്യാഹു ശ്രമിക്കുന്നുണ്ട്. ഇതോടനുബന്ധിച്ചാണ് ഗാലന്റിന്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള നടപടികൾ നടക്കുന്നത് എന്നും രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നാഷണൽ റൈറ്റ് പാർട്ടി നേതാവാണ് ഗിദിയോൻ സാർ. നേരത്തെ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി അംഗമായിരുന്ന ഇദ്ദേഹം 2020 സ്വന്തം പാർട്ടി രൂപീകരിക്കുകയായിരുന്നു. ഗാലന്റിനെ പുറത്താക്കണമെന്ന് ദേശീയ സുരക്ഷാ മന്ത്രി ഇച്ചാമർ ബെൻഗവിർ അടക്കമുള്ള തീവ്ര വലതുപക്ഷ കക്ഷികൾ പ്രതിരോധ മന്ത്രിക്കെതിരെ വലിയ വിമർശനമാണ് ഉയർത്തുന്നത്. ഗാലന്റിനെ പുറത്താക്കാൻ നിരവധി മാസങ്ങളായി താൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിനുള്ള സമയം ഉടനടി വന്നിരിക്കുന്നു. വടക്കൻ ഇസ്രയേലുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടനെടുക്കണം. ഗാലന്റ് അതിനെ നയിക്കാൻ അനുയോജ്യനല്ല എന്നാണ് ഇച്ചാമർ ബെൻഗവിർ എക്സിൽ കുറിച്ചത്. അതേസമയം സർക്കാരിന്റെ ഭാഗമാകുന്നതിന് പകരമായി ഗിഡിയോൺ സാർ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ചുമതല എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഏറെ പുരോഗതി ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ചർച്ച ലക്ഷ്യത്തിലെത്താൻ ഇനിയും സമയമെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഹാരറ്റ്സിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഗിഡിയോൺ സാറിനെ സർക്കാരിന്റെ ഭാഗമാക്കാനുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിരോധ മന്ത്രിയെ പുറത്താക്കുന്നത് നെതന്യാഹുവിന്റെ പരിഗണനയിലുണ്ട്. വടക്കൻ മേഖലയിലെ ആക്രമണം സംബന്ധിച്ച് തിങ്കളാഴ്ച സുരക്ഷാ മന്ത്രിസഭ ചേരും. യുദ്ധം വ്യാപിപ്പിക്കാനും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയവരെ തിരികെ എത്തിക്കാനുമുള്ള നടപടികൾക്ക് യോഗത്തിൽ മുൻഗണന നൽകുമെന്നാണ് സൂചനകൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി കൂടിയാലോചനകൾ നേരത്തെയും നടന്നിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശങ്ങൾക്ക് വിരുദ്ധമായി ലബനാനിനെതിരെ വൻതോതിലുള്ള ആക്രമണത്തെ നെതന്യാഹു വ്യക്തമായി പിന്തുണച്ചിട്ടില്ല എന്നാണ് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നത്. വടക്കൻ ഇസ്രയേലിലെ വലിയ ആക്രമണത്തെ സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമറും എതിർത്തിട്ടുണ്ട്. അമേരിക്കയുടെ എതിർപ്പും സമാധാന ചർച്ചകളുമാണ് ഇതിന് കാരണമായി പറയുന്നത്. മന്ത്രിസഭയിലെ സ്ഥിരാംഗമായ ആരി ഡെറിയും ഇതേ വാദമാണ് ഉന്നയിക്കുന്നത്. ഗാലന്റിനെ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുമെന്നാണ് മുതിർന്ന രാഷ്ട്രീയ വൃത്തങ്ങൾ കരുതുന്നത്. വടക്കൻ ഇസ്രയേലിലെ നടപടികളെ തടയാൻ ശ്രമിച്ചാൽ ഗാലന്റിനെ മാറ്റുമെന്ന പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ളയാളെ ഉദ്ധരിച്ചുകൊണ്ട് രാജ്യത്തെ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ക്യാൻ റിപ്പോർട്ട് ചെയ്യുന്നു.